ചെയ്യാന്നിരിക്കെ നമുക്കറിയാലോ തീരപ്രദേശത്ത് നമുക്കറിയാലോ തീരപ്രദേശത്ത് അല്ല ഞാൻ പറഞ്ഞത് ഞാൻ എങ്ങനെ എന്ത് പറ്റി സാർ? എന്താണ് പറ്റിയത്? തീരപ്രദേശത്തുകാർക്ക് എന്താ പറ്റിയത്? തീരപ്രദേശത്തും ഉണ്ട് അക്ഷര വിജ്ഞാപനവും വിദ്യാഭ്യാസവും പദവികളും ഒക്കെ ഉള്ള മക്കള്, ആണത്വമുള്ളവരും പെണ്ണത്വമുള്ളവരും. വന്ന് നോക്കണം സാർ തീരദേശത്തേക്ക്. മത്സ്യത്തൊഴിലാളികളുടെ മക്കള് ഡോക്ടറും എഞ്ചിനീയറും വക്കീലന്മാരും. നിങ്ങൾക്ക് ഏതൊക്കെ പദവിയിലോട്ടാണോ പോവേണ്ടത് ആ പദവിയിലൊക്കെ ഉയർന്ന മനസ്സുള്ളതും പദവിയിൽ നിന്നും ഉയർന്ന മനസ്സുള്ളവരുണ്ട് തീരപ്രദേശത്തേക്ക്. അത് നിങ്ങൾ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കണം. അല്ല, ഈ വോട്ട് ചോദിച്ച് തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ട് ചോദിച്ച് വേണ്ടാത്ത വാഗ്ദാനങ്ങളും നൽകി കുത്തിത്തിരിഞ്ഞ് പൈസകളും കൊണ്ട് ക്യാഷുകളും കൊണ്ട് കയ്യിലേക്ക് തള്ളിക്കൊടുത്ത് വോട്ടുകൾ എരന്ന് മേടിച്ചപ്പോ തോന്നിയില്ലേ തീരപ്രദേശത്തുള്ളവരുടെ കഴിവുകേട്? നിങ്ങൾക്ക് ഇപ്പോഴാണോ കഴിവുകേട് തോന്നിയത് തീരപ്രദേശത്തുള്ളവർക്ക്? അല്ല, തീരപ്രദേശത്ത് നിങ്ങൾ എന്ത് കഴിവുകേടാ കാണുന്നത്? മത്സ്യത്തൊഴിലാളികൾ എന്ത് കഴിവുകേടാ കാണുന്നത്? ഒന്ന് പോയിട്ട് വരുവോ? ഇപ്പോൾ ആഞ്ഞടിക്കുന്ന ആ കടലമ്മയുടെ അടുത്തേക്ക് ഒന്ന് മുങ്ങി തന്നിട്ട് വരുവോ? ജീവൻ പണയം വെച്ചിട്ട് നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള പദവിയിലിരിക്കുന്നവരെ പോലെ കട്ടും മോട്ടിച്ചും മറ്റുള്ളവരെ വഞ്ചിച്ചും ഉണ്ടാക്കിയല്ല അവർ കുടുംബത്തെ പോറ്റുന്നത്. അവർ ജീവൻ പണയം വെച്ചാണ് അവർ കുടുംബത്തെ പോറ്റുന്നത്. നമുക്ക് പ്രളയവും കോവിഡും ഒക്കെ വന്നപ്പോ ഈ പറഞ്ഞ തീരപ്രദേശത്തുകാർ തന്നെയായിരുന്നു അവരുടെ സ്വന്തം അന്നന്നത്തെ അധ്വാനത്തിനുള്ള വകയും എടുത്തുകൊണ്ട് ആ വള്ളങ്ങളും ബോട്ടുകളും എടുത്തുകൊണ്ട് നമ്മുടെ സേനകളൊക്കെ എത്തുന്നതിന് മുമ്പ് ഏറ്റവും വലിയ മികച്ച സേനയായിട്ട് ആ പ്രളയകാലത്ത് കൈകോർത്ത് ഓരോ ജീവനുകളെയും സംരക്ഷിക്കാനായിട്ട് ഓടിയെത്തിയത് ഈ മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ്. വി ഡി സതീശൻ സാറേ, അല്ലാതെ നിങ്ങളോ അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാരിരുന്നപ്പോൾ ഉള്ള സർക്കാരിന്റെ ആൾക്കാരോ ഒന്നും അല്ല ഓടിയെത്തിയത്. അവര് പിന്നെയാണ് വന്നെത്തിയത്. പക്ഷെ അത് തുടങ്ങി അവസാനിക്കുന്നവരെയും കൈകോർത്ത് അവരുടെ ജീവന് പോലും അവരുടെ ഭാര്യയും ഭർത്താവും മക്കളെയും ഒന്നും നോക്കാതെ ആണും പെണ്ണും അടങ്ങുന്ന ഒരു സമൂഹം തീരപ്രദേശത്ത് നിന്ന് തുനിഞ്ഞിറങ്ങിയായിരുന്നു പ്രളയകാലത്ത്. അന്ന് തീരപ്രദേശത്തെക്കുറിച്ച് പുച്ഛം തോന്നിയില്ലേ? ഇന്നിപ്പോ പദവിക്ക് കസേര കിട്ടിയപ്പോഴാണോ തീരപ്രദേശത്ത് വന്നുള്ള അവസ്ഥ എന്താണെന്ന് മനസ്സിലായത്? എനിക്ക് മനസ്സിലാവാത്ത ഒരേ ഒരു കാര്യമേ ഉള്ളൂ. നല്ലവണ്ണം അധ്വാനിച്ച് ഓരോ ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തിരിച്ചു വരാമെന്ന വാഗ്ദാനമൊന്നും കൊടുക്കാതെ കടലമ്മയോട് ഏറ്റുമുട്ടി അന്നത്തേക്കുള്ള വക കണ്ടുപിടിക്കാനായി കടലിലേക്ക് ജീവൻ പണയം വെച്ചിറങ്ങുന്ന മത്സ്യത്തൊഴിലാളികളെ നോക്കി നിങ്ങൾ ഈ പുച്ഛമായിട്ട് പറഞ്ഞപ്പോ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞ ശകലം നിങ്ങൾ ആ കസേരയിൽ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങളൊരു ശകലമൊക്കെ ഒരു ബഹുമാനം ഉണ്ടായിരുന്നു. അതും കാറ്റത്ത് പാറിക്കിട്ടി. ശരിക്കും പറഞ്ഞ ഈ 2 മാസ കാലം കൊണ്ട് നിങ്ങൾ എന്താ ഉണ്ടാക്കിയത്? ഇപ്പൊ ഒരു ചെറിയൊരു പ്രളയം വന്നുപോയി. എന്താ ഉണ്ടാക്കിയത് നിങ്ങള്? കടലിലേക്ക് മരിച്ചിട്ട് 7-8 ദിവസം കഴിഞ്ഞിട്ട് പോലും ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും നിങ്ങളുടെ ഒരു മന്ത്രിമാരും അവിടേക്ക് എത്തിയിട്ടില്ലായിരുന്നു. ലാസ്റ്റില് ഭരണത്തിൽ നിന്ന് നമ്മുടെ ജനങ്ങളെ എന്നെ തോൽപ്പിച്ച് ഒരു തുടർഭരണം വേണ്ട, ഒരു മാറ്റം വരട്ടെ എന്ന് ആഗ്രഹിച്ചു പോയ വിഡ്ഢികളായ ജനങ്ങള്, കേരള ജനതകള് മാറ്റി നിർത്തിയില്ല ഈ ഭരണത്തിൽ നിന്ന്. അവര് തന്നെ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നു. അതിനുശേഷമാണ് നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ മന്ത്രിമാർ തിരിഞ്ഞു നോക്കി തുടങ്ങിയത് തന്നെ. ഒരിക്കലും ഒരു പദവിയിലും അല്ലെങ്കിൽ ഒരു തൊഴിലിനെ അവഹേളിക്കുവാൻ സാറിനെന്നല്ല സാറിന്റെ ആർക്കും അവകാശമില്ല. ഇന്ന് അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് ഇന്നലെ ഞാൻ കണ്ടായിരുന്നു. വൈകിട്ട് 5 മണിക്ക് 5 തെങ്ങ് സ്വദേശിയായ ഷിജിന്റെ മൃതദേഹമോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ആ സഹോദരനെ തിരിച്ചു കിട്ടാതെ ആ ഭാര്യയും പിഞ്ച് 2 കുഞ്ഞുങ്ങളും നടു റോട്ടിൽ നിന്ന് വിലപിക്കുന്ന ആ ഒരു രീതി. അപ്പോഴും നിങ്ങളൊക്കെ എവിടെയാണ്? 7 ദിവസം വേണോ 8 ദിവസം വേണോ കടലിലേക്ക് പോയ ജീവനെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അന്വേഷണത്തിന് ഇറങ്ങാൻ? നിങ്ങളുടെ അമ്മായി അച്ഛനെ കാണാൻ പോയില്ലേ? ഏതിലാ പോയത്? പറക്കുന്ന തളികയില്. ആ പറക്കുന്ന തളിക ഈ മത്സ്യത്തൊഴിലാളിയെ കാണാതായപ്പോൾ ജസ്റ്റ് 1 അവർ നിങ്ങൾ അനുവദിച്ചു കൊടുത്തു. കഴിഞ്ഞു ഒരു പോയി. തീരദേശത്തുള്ളവർ അങ്ങനെ ചെയ്തില്ല. ഒരു കോവിഡും പ്രളയവും വന്നപ്പോ
സ്വന്തം ജീവനെയും കുടുംബത്തെയും എല്ലാത്തെയും ഉപേക്ഷിച്ചുകൊണ്ട് മറ്റുള്ള ഈ പ്രളയത്തിൽ സഹനങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അത് തീരുവോളം അവരുടെ കുടുംബത്തെയും ഭവനത്തെയും വിട്ടുകൊണ്ട് അവരവിടെ നിന്ന് രാപ്പകൽ അധ്വാനിച്ച് രക്ഷപ്പെടുത്തി. മറക്കരുത് സാർ, ഒന്നും വന്ന വഴിയും മറക്കരുത്, പോകുന്ന വഴിയും മറക്കരുത്. എനിക്ക് ആർക്കെ പറഞ്ഞു എനിക്ക് വ്യക്തമാണ്, ഞാൻ കാണണം. ഹെലികോപ്റ്റർ അവിടെ 2 കറക്കം ഇറങ്ങി പോയാൽ മതി. മാറ്റാൻ പറ്റത്തില്ല. കുഞ്ഞുങ്ങൾക്ക് എനിക്ക് വേണ്ടിയാണ് കടലിൽ പോയത്, അല്ലാതെ ഞാൻ സ്വന്തം ഇഷ്ടപ്പെടാൻ പോലെ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടിയാണ് കടലിൽ പോയത്. തിരിച്ചു വരുമ്പോ കുഞ്ഞുങ്ങളെങ്കിലും ഈ പനിയൊന്നും ബാധിക്കാതിരിക്കണ്ടേ, ഒന്ന് മാറ്റിക്കൂടെ? ഇല്ല, പറ്റത്തില്ല, മാറ്റാൻ പറ്റത്തില്ല. നടക്കുന്നുണ്ടെന്നുള്ളതാണ്. നടക്കുന്നില്ല. അവിടെ ഞാൻ പുഴയിൽ പോയിട്ടാണ് വന്ന, എന്റെ സീഞ്ചാട്ട അവിടെ കിടന്ന സ്ഥലത്ത് ഞാൻ പോയിട്ടാണ് വന്ന. അവിടെ തെരച്ചിലൊന്നും നടക്കുന്നില്ല. രാവിലെ മുതലേ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ടെന്നുള്ളത് എന്തോ ആര് തെരച്ചിൽ ആരംഭിച്ചു? നിങ്ങൾ പോയി വീഡിയോ പിടിച്ചിട്ട് വാ, ഞാൻ വിശ്വസിക്കാം. എല്ലാരും പോ, ഇവിടെ നിൽക്കുന്ന എല്ലാരും പോയി വിളിച്ചിട്ട് വാ. MLA ഇപ്പം പറഞ്ഞു കൂടുതൽ ശക്തമായിട്ട് പരിശോധിക്കാം എന്നുള്ളത് തന്നെയാണ്. പറഞ്ഞാ പോരാ, നടക്കള ഇവിടെ, പറഞ്ഞാ പോരാ, നടക്കള ഇവിടെ. ഉറപ്പ് തരേണ്ടത് ആരാണ്? മുതിർന്ന ഇവരെല്ലാം ഞങ്ങൾക്ക് തരണം. മോനെ, ഇവിടെ ഏതമ്മല്ലേ വന്ന് ഏത് മന്ത്രി വന്ന് ഇവിടെ തിരക്കാൻ? നിങ്ങൾ എപ്പോഴായാലും ഇവർക്ക് സമാധാനം പറഞ്ഞേ പറ്റുള്ളൂ. ഇനി ഏത് വീഡിയോ ആയാലും ഇവർക്ക് സമാധാനം പറഞ്ഞേ പറ്റൂ. തൽക്കാലത്തേക്ക് ഈ മഴയത്തെങ്കിലും തൽക്കാലം മാറാൻ പറ്റൂല. നടത്തുന്നുണ്ടെന്ന് ആര് നടത്തുന്നുണ്ടെന്ന് ആരും പറയണേ. ഞങ്ങൾക്ക് കാണണം. നടത്തുന്നുണ്ട്, നിലവിൽ നടക്കുന്നുണ്ട്. ഒരു കപ്പൽ ഇറങ്ങിയാ മതിയാ? അല്ല, ഒരു കപ്പൽ ഇറങ്ങിയാ മതിയോ? നടത്തുന്നുണ്ട്, രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. നിങ്ങളെ നേരിട്ട് കൊണ്ടുപോയി ഇത് പരിശോധന കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ മാറോ? ഞങ്ങൾക്ക് വ്യക്തമാവണം. അവർ തിരക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് വ്യക്തമാവണം. കുഞ്ഞുങ്ങളൊന്നും ആര് പറയണം? പറയണ്ട. എനിക്ക് ആർക്കെ പറച്ചില് കേക്കണ്ട. എനിക്ക് വ്യക്തമാണ്, ഞാൻ കാണണം. ഹെലികോപ്റ്റർ അവിടെ 2 കറക്കം ഇറങ്ങി പോയാൽ മതി. മാറ്റാൻ പറ്റത്തില്ല. കുഞ്ഞുങ്ങൾക്ക് എനിക്ക് വേണ്ടിയാണ് കടലിൽ പോയത്, അല്ലാതെ ഞാൻ സ്വന്തം ഇഷ്ടപ്പെടാൻ പോലെ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടിയാണ് കടലിൽ പോയത്. തിരിച്ചു വരുമ്പോ കുഞ്ഞുങ്ങളെങ്കിലും ഈ പനിയൊന്നും ബാധിക്കാതിരിക്കണ്ടേ, ഒന്ന് മാറ്റിക്കൂടെ? ഇല്ല, പറ്റത്തില്ല, മാറ്റാൻ പറ്റത്തില്ല. ഈ കുഞ്ഞുങ്ങളെ മാറ്റിയ കേന്ദ്ര മറുപടി അറിയാം ഇവർക്ക്. ഈ കുഞ്ഞുങ്ങളെ മാറ്റിയ കേന്ദ്ര മറുപടി അറിയാം ഈ ഭാര്യക്ക്. ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു തരത്തിലും ഇല്ല. തെരച്ചിൽ എവിടെ നടക്കണം നിങ്ങൾ മറുപടി പറഞ്ഞാൽ ഞങ്ങളുടെ തെരച്ചിൽ എവിടെ നടക്കണം നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങളടുത്ത്. നിങ്ങൾ പറഞ്ഞത് കുഞ്ഞുങ്ങളെ മാറ്റാം. ഈ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളെ മറുപടി അറിയാം, കേന്ദ്ര മറുപടി അറിയാം ഞങ്ങൾക്ക്.